ബുക്ക് ചെയ്ത ദിവസത്തെ വിലയോ വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ് ആ കുറഞ്ഞ വിലയിൽ പർച്ചേസ് ചെയ്യാം. ഫ്രീ ഇൻഷുറൻസും ലൈഫ് ടൈം മെയിന്റനൻസും ഇതോടൊപ്പം ലഭിക്കുന്നു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പഴയത് മാറ്റി പുത്തൻ തിളക്കത്തോടെ മടങ്ങൂ. കൂറ്റനാട് ടൗൺ അപകടകെണിയാവുന്നു. ടൗണിലെ റോഡ് തകർച്ച മൂലം വലിയ കുഴികളാണ് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിനെതിരെ പ്രതിഷേധമുയർന്നു. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ പ്രധാനപ്പെട്ട ജംഗ്ഷനിലൊന്നാണ് കൂറ്റനാട്. ഏതു നിമിഷവും ഇവിടെ വലിയ അപകടം സംഭവിച്ചേക്കാവുന്ന വലിയ മരണക്കെണിയായി മാറിയിരിക്കുകയാണ് ടൗൺ. പട്ടാമ്പി, തൃത്താല, പൊന്നാനി, ഗുരുവായൂർ എന്നിങ്ങനെ 4 പ്രധാന റോഡുകൾ വന്ന് സംഗമിക്കുന്ന പ്രധാന ജംഗ്ഷനിലാണ് യാത്രക്കാരുടെ ജീവന് ഭീഷണി ഉയർത്തി റോഡ് തകർന്നടിഞ്ഞിരിക്കുന്നത്. വലിയ ഗതാഗതക്കുരുക്കും ഇവിടെ അനുഭവപ്പെടാറുണ്ട്. വാഹനാപകടങ്ങൾ ഇവിടെ പതിവ് സംഭവമായി മാറിയിരിക്കുകയാണ്. റോഡിലെ വലിയ കുഴികൾ തന്നെയാണ് ഇതിനെല്ലാം കാരണമാകുന്നത്. ദിവസങ്ങൾക്ക് മുമ്പേ താൽക്കാലികമായി കുഴികൾ കോൺക്രീറ്റ് അടച്ച് മൂടിയെങ്കിലും മഴ തുടങ്ങിയതോടെ ഇതെല്ലാം ഒലിച്ചുപോയി വീണ്ടും റോഡ് തകർച്ചയിലാണ്. ഇതിന് പുറമെയാണ് റോഡരികിലെ അശാസ്ത്രീയമായി കൂട്ടിയിട്ടിരിക്കുന്ന മെറ്റലുകൾ കൂട്ടമായി റോഡിലേക്ക് പറന്നൊഴുകുന്നതും. മഴ ശക്തമായതോടെ റോഡ് അതീവ ദുർഘടമായി മാറിയിരിക്കുകയാണ്. ഈ മെറ്റലിൽ തെന്നിയും വലിയ കുഴികളിൽ ചാടിയും ഇരുചക്ര വാഹനയാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ അപകടത്തിൽപ്പെടുന്നുണ്ട്. ഭൂരിഭാഗം പേർക്കും ഗുരുതരമായ പരിക്കും സംഭവിക്കാറുണ്ട്. നിലവിൽ ഈ റോഡിലൂടെയുള്ള യാത്ര വലിയൊരു ജീവൻ മരണ പോരാട്ടമായി മാറിയിരിക്കുകയാണ്. കൂറ്റനാട് ടൗണിലൂടെ നിർദ്ദിഷ്ട കൂറ്റനാട് ഈ ടൗണിലൂടെ കടന്നു പോകേണ്ട സംസ്ഥാന ഹൈവേയുടെ പണി ഇഴഞ്ഞു നീങ്ങുകയാണ്. അതോടൊപ്പം തന്നെ 27 കോടി രൂപ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വകയിരുത്തിയ കൂറ്റനാട് ടൗൺ നവീകരണത്തിൻ്റെ പണി എവിടെയും എത്തിയിട്ടില്ല, തുടങ്ങിയിട്ടില്ല. ദിവസവും ഇവിടെ അപകടങ്ങൾ, ചെറിയ വാഹനങ്ങളായ ബൈക്കുകളാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത്. ഈ കൂറ്റനാട് ടൗണിൽ സ്ഥിരമായിട്ട് ഈ കുണ്ടും കുഴി, വർഷക്കാലമായാലും വേനലായാലും സ്ഥിരമായിട്ട് കുണ്ടും കുഴികൾ വന്നിട്ട് ഉണ്ടാകുന്നൊരു സ്ഥിതി. ആളുകൾ അതിൽ കെട്ടിമറിഞ്ഞ് വീഴുക, മറ്റ് വാഹനങ്ങൾ തമ്മിലിരിക്കുക, അങ്ങനെ നിരന്തരം ഇവിടെ അപകടങ്ങൾ പതിവായി കൊണ്ടിരിക്കുകയാണ്. ഇതിന് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്ത് ശ്രദ്ധ ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നാട്ടുകാരും വ്യാപാരികളും പലതവണ പരാതികളുമായി അധികൃതരെ സമീപിച്ചെങ്കിലും പരസ്പരം പഴിചാരി ഉത്തരവാദിത്തത്തിൽ നിന്നും ഉദ്യോഗസ്ഥർ ഒഴിഞ്ഞുമാറുകയാണെന്നാണ് പരാതി. കൂറ്റനാട് ജംഗ്ഷനിലെ ഈ മരണക്കുഴികൾ ശാസ്ത്രീയമായി അടച്ചു തീർക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.